ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ച് ഡേറ്റ്സ് കേക്കാണ്. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് നോക്കാം. ബട്ടർ, പൗഡർ ഷുഗർ, ഓറഞ്ച് ജ്യൂസ്, ഡേറ്റ്സ് നുറുക്കിയത്, മുട്ട, ഓറഞ്ച് സെസ്റ്റ്, നട്ട്മഗ് പൗഡർ. ഒരു ബൗളിലോട്ട് ഞാൻ ബട്ടർ ഇട്ടിട്ടുണ്ട്. നല്ല സോഫ്റ്റായ ബട്ടറാണ്. ബട്ടർ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഈ ബട്ടറിനെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. നമ്മുടെ ബട്ടർ നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ പൗഡർ ഷുഗർ ഇട്ട് കൊടുക്കാം. കുറച്ച് പൗഡർ ഷുഗർ ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് ബീറ്റ് ചെയ്യാം. ബട്ടർ നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. ബട്ടറും ഷുഗറും കൂടെ നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഓരോ മുട്ട വീതം ഒഴിച്ച് ബീറ്റ് ചെയ്യാം. അടുത്ത മുട്ട കൂടി ഒഴിക്കാൻ പോവുകയാണ്. ബട്ടറും മുട്ടയും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ നട്ട്മഗ് പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കാം. ഓറഞ്ചിൻ്റെ സെസ്റ്റ് ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ വാനില യൂസ് ചെയ്തിട്ടില്ല. അതിന് പകരമാണ് നട്ട്മഗ് പൗഡറും ഓറഞ്ചിൻ്റെ സെസ്റ്റും ഇട്ടേക്കുന്നത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഒരു കാൽ കപ്പ് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന മൈദ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നുറുക്കി വെച്ചേക്കുന്ന ഡേറ്റ്സ് ഇട്ട് ബീറ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ലോഫ് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ടിന്നിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. അതിനുശേഷം 180 തന്നെയാണ് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് 30 മിനിറ്റ് ആയപ്പോൾ തന്നെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് തണുത്തിട്ടുണ്ട്. അത് ഞാൻ ഡീമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിലോട്ട് ഒരു ഓറഞ്ച് ഫ്രോസ്റ്റിംഗ് കൂടെ കൊടുക്കണം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടത് നമ്മുടെ 1 കപ്പ് ഐസിങ് ഷുഗർ, ഒരു 2-3 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ്. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഓരോ സ്പൂൺ വീതം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനി ആ കേക്കിൻ്റെ മേലോട്ടൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്ത് കൊടുക്കാം.
ഇത് ഞാൻ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഓറഞ്ച് കാരമലൈസ് ചെയ്തതാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.